കുറച്ച് ദിവസമായില്ലേ നമ്മൾ പച്ചക്കറി പറിക്കുന്നൊക്കെ കാണിച്ചിട്ട്. അപ്പൊ ഇന്നൊരു ചെറിയ പച്ചക്കറി വിളവെടുപ്പാണ്. നമുക്ക് കുറേ ഒന്നും ഇല്ല, ഇപ്പൊ മഴ ആയപ്പോൾ പച്ചക്കറിയൊക്കെ കുറവാണ്, അപ്പൊ കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വിളവെടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതാ തക്കാളി ഇട്ടോ. തക്കാളി മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ച തക്കാളി വിളവെടുക്കുന്നൊക്കെ. നമ്മൾ തക്കാളി ചെടികൾ ഏകദേശം അവസാന ഘട്ടമാട്ടോ, നമ്മളെ വിളവെടുപ്പിന്റെ ഒക്കെ കഴിയാനായിട്ടുണ്ട്. ഇതിലൊക്കെ ഉണ്ടോ നല്ല പഴുത്തതുണ്ട്, ഇങ്ങനെ പറിച്ചെടുക്കതാ. നല്ല പഴുത്ത തക്കാളി നമ്മൾ HDP ചട്ടിയിലാട്ടോ നട്ടിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ കൂടുതലും പച്ചക്കറി ചെയ്യുന്നത് ചട്ടിയിലാണ്. ഇപ്പൊ നട്ടുകൊടുത്തതൊക്കെ അധികം ചട്ടിയിലാണ്. മഴ ആയതുകൊണ്ട് ഇപ്പം മഴയില്ല, മഴയും വെയിലും ആട്ടോ. പച്ചക്കറിക്ക് പറ്റിയൊരു കാലാവസ്ഥയായിട്ട് ഇപ്പം. എന്താ പറയുക, നമുക്ക് ഇപ്രാവശ്യം മഴ തുടക്കത്തിലൊക്കെ പിടിച്ച് പിന്നെ മഴ കൊണ്ട് കുറഞ്ഞ് വെയിലും മഴയാണ് ഇപ്പം. നല്ല പച്ചക്കറിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് നട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധികം ഓണ സമയത്തേക്കുള്ള പച്ചക്കറി ഉണ്ടാക്കുന്നത്. പഴുത്തിട്ട് വീണ് നോക്ക്, നല്ല സൂപ്പർ തക്കാളി. ഇതാ നമ്മൾ നാടൻ തക്കാളി എന്ന് പറയുന്നത് കൊണ്ട്, നമ്മൾ ഹൈബ്രിഡ് തക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് മൈസൂരിൽ നിന്നൊക്കെ വരുന്ന തക്കാളിയാണ് ഇത്. രണ്ടു പറഞ്ഞാൽ ഒന്ന് നമ്മൾ കോഴിവളമൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് അതിൽ പടുമുള വന്നാട്ടെ. മൈസൂർ തക്കാളി എന്ന് പറയുന്നത് നമ്മൾ നട്ടത് ഇതുപോലെയുള്ള നാടൻ തക്കാളിയാണ്, കുറച്ച് റൗണ്ടിലായിട്ടുള്ള. അപ്പോൾ നമ്മളെ തക്കാളി വിളവെടുപ്പ് കഴിഞ്ഞ് ഇത് നമുക്ക് അടുത്ത ഐറ്റത്തിലോട്ട് പോവാം. എല്ലാം കുറച്ചേ ഉള്ളൂ, നമുക്ക് ഓരോന്നിനടുത്തും പോയിട്ട് അടുത്ത വിളവെടുപ്പ് കാണിച്ചോ. അപ്പം അടുത്തത് നമ്മൾ ചട്ടിയിൽ നട്ട വഴുതന കേട്ടോ. കുറച്ച് വഴുതന നമ്മൾ പറിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല അടിപൊളി വഴുതനയാണ്. ഇപ്പൊ കുറച്ച് ചെറുതായി. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ നല്ല വലിയ വഴുതനല്ലേനോ, ഒരു വളഞ്ഞിട്ടുള്ളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താലൊക്കെ ഒന്നുകൂടെ റെഡിയായി കിട്ടും. എന്നാലും എന്താ റെഡിയായി വരുന്നുണ്ട്, കുറേയൊക്കെ കായ്കളുണ്ട്. പക്ഷെ വലിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തുടക്കത്തിൽ നല്ല ഉണ്ടാവും, പിന്നെ അവസാനമാകുമ്പോൾ കുറച്ച് കുറയും. പിന്നെ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ സെറ്റാക്കി എടുക്കണം. കുറേ വഴുതന പറിച്ചിട്ടോ ഇതിന്നൊക്കെ. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് അല്ലേ. ഇതൊന്നും ഇനി അധികം വലിപ്പം വെക്കൂല. ഇതും നമ്മൾ ചട്ടിയിൽ തന്നെ, നമുക്ക് HDP ചട്ടിയില്ല, നല്ല ഭംഗി. അതിങ്ങനെ മുറ്റത്തൊക്കെ വെച്ചാൽ ഇങ്ങനെ കാണാനുമായിട്ട് കേട്ടോ. ഇത്രയും വഴുതന കിട്ടി. ഇനി നമുക്ക് തൊട്ടടുത്ത് തന്നെ ബീൻസ് ഉണ്ട് കേട്ടോ. ബീൻസിന് ഒന്നിടവിട്ട് നമ്മളിങ്ങനെ വിളവെടുത്തോണ്ട് നിൽക്കും. അപ്പൊ ഇന്ന് നമുക്കിതാ കുറച്ച് പറിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണാം. ഇപ്പോഴും നമ്മുടെ സോളാർ ബീൻസിന് നല്ല കരുത്തുണ്ട്. അത്യാവശ്യം ബീൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ബീൻസിനെ ഒന്നിടവിട്ട് പറിക്കുന്നതുകൊണ്ട് ഒക്കെ ഇളയത്, അധികം മൂപ്പായതൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ആദ്യം പറിച്ചതേ നമ്മൾ പുറത്തുനിന്ന് പറിക്കാൻ പറ്റിയ ബീൻസ് ആണ്. ഇനി നമ്മൾ ഓരോ ഏരിയന്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ പറിക്കണം. കണ്ടില്ലേ, നല്ല സൂപ്പർ ബീൻസ്. മഴയും വെയിലും വന്നു കഴിഞ്ഞാൽ പുഴുവിന്റെ ശല്യം ഭയങ്കര കൂടുതലായിട്ട് ബീൻസിലൊക്കെ. ഇതാ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് പുഴു കുത്തുന്നതാണ്. ഇതിനുള്ളൊക്കെ പുഴു ഉണ്ടാവും ചിലയിലൊക്കെ. ഇതിന്റെ ഇടയ്ക്ക് കണ്ടില്ലേ, നമ്മുടെ ചേനയ്ക്ക് മണ്ണിട്ട് കൊടുക്കേണ്ട സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബീൻസിന്റെ കരുത്താണെങ്കിൽ കുറഞ്ഞിട്ടുമില്ല. ബീൻസ് ഇങ്ങനെ വിളവെടുപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീൻസ് ഒഴിവാക്കും കേട്ടോ. വേഗം നമുക്ക് എന്ത് ചെയ്യണം, ചേനയ്ക്ക് മണ്ണിട്ട് കൊടുക്കണം. അങ്ങോട്ടൊക്കെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ബീൻസ് ഉണ്ട് കേട്ടോ. നല്ല ആവശ്യക്കാരുണ്ട് കേട്ടോ ബീൻസിന്. നല്ല ഇളയ ബീൻസ് ഇങ്ങനെ കിട്ടുമ്പോഴേ, ബീൻസും പയറൊന്നും മൂപ്പായി കഴിഞ്ഞാൽ ഒരു വട്ടം വാങ്ങിച്ചാൽ പിന്നെ വാങ്ങിക്കില്ല, ഒരു രുചിയും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇളയ ബീൻസ് ഇങ്ങനെ പറിച്ചു കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും ആവശ്യക്കാർ വരുന്നുണ്ട്. ഇപ്പൊ കുറച്ച് വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല വില വന്നിരുന്നു, എന്നാലും ഇപ്പൊ വാങ്ങിക്കുന്നവർക്ക് കുറച്ചുകൂടെ വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേഗം ഇതിനുള്ളിലൊക്കെ കുറേ ബീൻസ് പറിക്കാണ്ട്. മൊത്തത്തിൽ ഇത് പറിക്കുന്നത് കാണിച്ചാൽ കുറേ നമ്മളെ വീഡിയോ ലെങ്ത് ആയിപ്പോ ഒക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ കോവലിന്റെ വള്ളി പടർത്തിയ സ്ഥലം കേട്ടോ. ഇപ്പൊ മഴ ആയപ്പോൾ കോവലൊക്കെ വള്ളികളൊന്നും ഇപ്പൊ ഇലകളൊക്കെ പോയി. മഴക്കാലത്ത് പൊതുവെ കോവൽ കുറയും. ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വൃത്തിയിൽ വരും കേട്ടോ. ഇപ്പൊ നമ്മളിങ്ങനെ വള്ളി നിർത്തിയതാണ്. ഈ സമയത്ത് നമ്മൾ വെട്ടി കൊടുത്താൽ ചിലപ്പോൾ ഇവിടെ ചീഞ്ഞു പോകും. ഇവിടെ ഉള്ളത് നോക്കിപ്പോ നെയ്ക്കുമ്പോൾ കണ്ടോ, ഇതാ ഇവിടെ ഒന്ന്, ഇവിടെ അതവിടെ ചെറുത്, ഇവിടെ ഇപ്പം പുതിയത് ചാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ചെറുതിനെ ചായ്യാന്ന് കേട്ടോ പറയാ. അപ്പൊ ഇതവിടെ ഇതൊക്കെ മുന്നേ ഉണ്ടായതാ. അപ്പൊ നെയ്ക്കുമ്പളത്തിന്റെ വള്ളി ഇതാ ഇവിടെ എങ്ങനെ മുളച്ചു വന്നതാ. നെയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കളഞ്ഞ സമയത്ത് അങ്ങനെ വിത്തൊക്കെ പോയിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഉമ്മ പടർത്തിയിട്ട് ഇതാ ഇതിലോട്ട് കയറ്റി വിട്ട്. ഇപ്പൊ കോവല ഏതായാലും ഇല്ലല്ലോ, അപ്പൊ അതാ നെയ്ക്കുമ്പളം പടർന്നുണ്ട്. നമുക്കൊന്ന് ഒരു നെയ്ക്കുമ്പളം പറിക്കുക. പിന്നെ ഇപ്പൊ കണ്ടോ നെയ്ക്കുമ്പളത്തിലൊക്കെ ഈച്ചയുടെ ഒരു എംബ്ലം ഉണ്ടാവും. ഉണ്ടാവും, എല്ലാത്തിലും കുത്തുണ്ട്. പക്ഷെ ഇതൊന്നും കേടായിട്ടില്ല. ഇപ്പൊ ഇവിടെ ചാഞ്ഞത് കണ്ടില്ലേ, ഇതിനൊക്കെ ഒരു ഒടിച്ചിൽ വന്നത് ഇവിടെ ഇത് കണ്ടോ, ഒക്കെ ഈച്ച കുത്തുകയാണ്. നമ്മൾ
പുറത്ത് നടുമ്പോൾ ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടോ. ഒന്ന് ഈ കാലാവസ്ഥയിൽ ഈച്ചയുടെ ശല്യം കൂടുതലാണ്. നമ്മൾ മരുന്ന് കാര്യമൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല, ചെറുതായിട്ട് ഇതിന് ചെറിയ കവർ കെട്ടി കൊടുത്തിരുന്നു, അപ്പോൾ എടുത്ത് മാറ്റി. എന്നാലും ഈച്ച ഗ്യാപ്പിലൂടെ ഒക്കെ വന്ന് കുത്തിയിട്ടുണ്ട്. നമ്മൾ ചായുമ്പോഴത്തേനും ഈച്ച കുത്തുകയാണ്. അപ്പൊ നമുക്ക് ഒന്നുണ്ട് പറിക്കതാ. നല്ല സൂപ്പർ നെയ്ക്കുമ്പള. ഇനി മൂക്കാനുണ്ട്, പക്ഷെ നിർത്തി കഴിഞ്ഞാൽ എന്താ ഈച്ചയുടെ കുത്തുണ്ട് അവിടെയൊക്കെ. അപ്പൊ മഴയൊക്കെ തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഉഷാറാണ്. നമ്മൾ കൂടുതൽ നെയ്ക്കുമ്പോൾ ഇനി ചെയ്യുന്നത് റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലാണ്. അപ്പൊ നമ്മൾ അതില് ചിരങ്ങയുടെ വള്ളിയൊക്കെ കളഞ്ഞിട്ട് നെയ്ക്കുമ്പോൾ നട്ടു കൊടുക്കുന്നത്. ഇപ്പൊ നട്ടാൽ എങ്ങനെയെങ്കിലും നമുക്ക് ഓണാകുമ്പോഴത്തേക്കും നെയ്ക്കുമ്പോഴൊക്കെ സെറ്റാക്കി എടുക്കാണ്ട്. കുറച്ച് വൈകിപ്പോയി നെയ്ക്കുമ്പോഴൊക്കെ നടാന്. ചിരങ്ങണ്ടേ നമുക്ക് ഇതുവരെ ചിരങ്ങ വിളവെടുത്തിങ്ങനെ. അടുത്തത് നമ്മളെ നിത്യം വിളവെടുക്കുന്ന സാധനം നമ്മളെ നിത്യവഴുതന കേട്ടോ. അപ്പൊ നമ്മളെ വള്ളിയൊക്കെ ഉഷാറായിട്ടോ. ആദ്യം ഒരു ഭാഗത്തേക്ക് മാത്രം പടർന്ന് ഇപ്പൊ കണ്ട നെറ്റിലും ഇതെങ്ങോട്ട് തെങ്ങിന്റെ അടുത്തേക്ക് കയറ് കെട്ടിയിലും നമ്മള് പന്തൽ വലിച്ചു കെട്ടി കയറിൽ വരെ നിത്യവഴുതന നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നിത്യം വിളവെടുക്കണം, ദേഹം മൂത്തു പോകും. അപ്പൊ ഇന്ന് നമുക്ക് ഇതാ കുറെ ആയതുണ്ട്. ഇതിനുള്ളിൽ കാണിച്ചു കൊടുക്ക്. ഇപ്പോഴാണ് നമ്മളെ നിത്യവഴുതന ഇതുപോലെ നമ്മൾ പന്തലിട്ട് ഇങ്ങനെ തൂങ്ങി വന്നിട്ട് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കട്ട ഒത്തി നിൽക്കുന്നു. അതാ എമേ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നിത്യവഴുതന കാണില്ല. ഇവിടെ കാണിച്ചു കൊടുക്കുന്ന കൂട്ടം നിത്യവഴുതന. അതും ചില ആളുകൾക്കൊന്നും അറിയില്ല. നമ്മൾ പച്ചക്കറി കൊടുക്കുന്ന കൂട്ടത്തിൽ നിത്യവഴുതന പറിച്ച് വെച്ചപ്പോൾ ഇത് എന്താന്ന് വെച്ച്. അപ്പൊ വഴുതനന്റെ ഒരു നിത്യവഴുതന എന്ന് പറഞ്ഞാൽ വഴുതന പോലെ ഒന്നല്ലല്ലോ കറക്റ്റ്. അപ്പം ഇതൊക്കെ കണ്ടിട്ടല്ലായിരുന്നു നിത്യം. അപ്പൊ നമ്മള് ഇതെങ്ങനെ ഉപ്പേരി വെക്കാം തോരൻ വെക്കാന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു വട്ടം കൊണ്ടുപോയാൽ പിന്നെ വീണ്ടും നിത്യവഴുതന വേണം കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു ചെറിയൊരു പന്തലിട്ട് കൊടുത്താൽ മതി. പിന്നെ വേഗം മുളക്കി ഉണ്ടാക്കി കിട്ടും ചെയ്താ. ഇതുപോലെ ഇവിടെ ഇങ്ങനെ മൂപ്പായി കഴിഞ്ഞാൽ കറക്റ്റ് ഇതിന്റെ കുരുകൾ ഉണ്ടാവും. ഇതിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതാ ഈ മൊട്ട് പോലെയുള്ള ഇതിന്റെ ഒരു പാട കളഞ്ഞിട്ട് മൊത്തത്തിൽ നമ്മൾ അതടക്കം ചെത്തിയിടാട്ടെ ചെയ്യുന്നു. ഇല വിത്തിന്റെ വില ഇപ്പം പേര് വെക്കുന്ന സമയത്ത് അതൊക്കെ എടുക്കുന്നവർക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തു. പിന്നെ അത് ഒരു വട്ടം കൊണ്ടുപോയപ്പോ പിന്നെ എല്ലാവർക്കും വേണം. നമ്മൾ പയർ ബീൻസ് ഒക്കെ ഉപ്പേരി വെച്ചാലും തോരൻ വെച്ചാലൊക്കെ ഞങ്ങൾ ഉപ്പേരി തോരൻ എന്നൊക്കെ പറയിട്ട് അതാ രണ്ടും പറയുന്നത്. അങ്ങനെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ. പിന്നെ അധികം മൂപ്പാവാതെ ഒരു ഇളം ഇതിൽ തന്നെ പറിച്ചെടുക്കണം. അതുകൊണ്ടാണിത് എന്നും വിളവെടുക്കുന്നതുകൊണ്ടാണ് ഇതിന് നിത്യവഴുതന എന്ന് തന്നെ പറയുന്നത്. എന്നും അത്രയും ഉണ്ടാവും. നമ്മൾ ഇന്നും ഇങ്ങോട്ട് പറിച്ചു കഴിഞ്ഞ് നാളെ അതേ സ്ഥലത്ത് തന്നെ അടുത്ത വീണ്ടും ആയിട്ടുണ്ടാവും. അതാ കയറിൽ അങ്ങനെ പോയില്ല വള്ളി. പക്ഷെ നിത്യവഴുതന ഉണ്ടായപ്പം നമ്മളെ വഴുതന പോയിട്ടോ. വഴുതനക്ക് വാട്ടരോഗം വന്ന് നല്ല വഴുതന കിട്ടിക്കൊണ്ടിരുന്ന ഇതിന്റെ അടിഭാഗത്തുനിന്ന്. ഇതൊക്കെ ഇങ്ങനെ ഇതിന്റെ ഒരു ചോല വന്നല്ലോ, മൊത്തത്തിൽ ഇതിന്റെ ഒരു തണുപ്പ് വന്നപ്പോൾ ഇതിനൊന്നും വെളിച്ചം കിട്ടിയില്ല. പിന്നെ ഇത് വാട്ടരോഗം വന്നാണ്. ഇവിടെ ഒരു ചെറിയ പച്ചപ്പുണ്ട്. എന്തായാലും നമുക്ക് പ്രൂൺ ചെയ്ത് നോക്കാം, ഉണ്ടായി കിട്ടുക. അങ്ങോട്ടും വഴുതന ഉണ്ട്. ആദ്യം ഇതിന്റെ അടിയൊക്കെ ഇഷ്ടം പോലെ ചീരി മുളച്ചിരുന്നു. അപ്പൊ ഇതിന്റെ മൊത്തം ഇതുകൊണ്ട് കണ്ടില്ലേ ഒരു ഇരുടായി ഇതിന്റെ ഉള്ളിൽ. കുറെ നിത്യവഴുതന ഉണ്ടല്ലോ. എന്തായാലും മൊത്തം പറിക്കില്ല, ആവശ്യത്തിനുള്ള എന്നിട്ട് പറിക്കാം. കുറച്ച് പച്ചമുളകും കൂടെ പറിക്കാൻ വന്നാണ്. പക്ഷെ മുളകൊക്കെ ഫുള്ള് കളേന്റെ ഉള്ളിലാട്ടോ. നമ്മൾ വേനൽ നട്ട പച്ചമുളകാണ്. ഇപ്പോഴും കായ്കളുണ്ട്, പക്ഷെ നല്ല കള കയറിയിട്ടുണ്ട്. ഇതെവിടെയൊക്കെ മുളകുണ്ട്, എല്ലാം തെരഞ്ഞു പറിക്കണം. കുറെ പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടോ ചെടിയിലൊക്കെ ഉണ്ട് മുളക്. വേഗം ഈ കളയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് മണ്ണൊക്കെ കയറ്റി കൊടുക്കണം. ഒക്കെ മണ്ണൊക്കെ പോയിട്ടുണ്ടാവും. നമ്മള് ശ്രദ്ധിക്കാതെ ഇട്ടാൽ മുളകൊക്കെ ഇങ്ങനെ ഇതായി പോവും. റെഡിയാക്കി എടുത്താൽ ഇപ്പൊ മഴക്കാലത്ത് നമ്മൾ നട്ടു കൊടുത്തതിൽ മുളക് കൂടുതലുണ്ടാവുക ഇങ്ങനെ ആദ്യം ഉണ്ടായ മുളകിലാണ്. അല്ല നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ വേഗം നമുക്ക് കിട്ടുന്ന മുളക് കൊണ്ട് പറിച്ചെടുക്കാം. അപ്പൊ നമ്മളെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇപ്പൊ മഴയും ചാറൽ തുടങ്ങിട്ടോ. അപ്പൊ ഇതാ തക്കാളി കുറച്ച്, നല്ല പച്ചമുളക്, വഴുതന, ബീൻസ്, നിത്യവഴുതനി, പിന്നെ നമ്മൾ നെയ്ക്കുമ്പളോ. എത്ര ഐറ്റം ഉണ്ട്? 1 2 3 4 5 6 ഐറ്റം ഉണ്ട്. ഇപ്പോഴും നമുക്ക് 4 5 ഐറ്റം ഒന്നര വിട്ട് വിളവെടുക്കാണ്ട്. നമ്മൾ കൂടുതലായിട്ട് പച്ചക്കറി ഇല്ലാന്നുള്ളൂ. അപ്പൊ ഇനി നമ്മളെ ഓണം ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓണത്തിലേക്കുള്ള പച്ചക്കറി നല്ല ഉണ്ടായി കിട്ടും. ഒരു 10 ഐറ്റെങ്കിലും നമുക്ക് ഡെയിലി വിളവെടുക്കുന്ന ഒരു രീതിക്ക് നമുക്ക് എത്തണം ഓണാകുമ്പോഴത്തേക്കും. എന്നാലും നമുക്ക് ഓണച്ചന്തയിൽ നല്ല രീതിയിൽ പച്ചക്കറി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പണിയിലാണ്. കാലാവസ്ഥ ഒത്തു കിട്ടിയാൽ നമ്മൾ ചെണ്ടുമല്ലിയുടെ കൂടെ
അത്യാവശ്യം പച്ചക്കറികൾ ഇപ്രാവശ്യം എന്തായാലും ഓണച്ചന്തയിൽ നമ്മൾ കൊടുക്കും.